സത്താർ അല്ലേ പേര്. എന്നിട്ടും താങ്കൾ വെള്ളാപ്പള്ളി എന്ന വർഗീയവാദിയായ നേതാവിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട്? താങ്കളുടെ ആ ഒരു ചോദ്യം തന്നെ പ്രസക്തമായ ഒരു ചോദ്യമല്ല. Why? കാരണം അല്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം. കാരണം പറഞ്ഞാല് അതന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവമാണ്. മുസ്ലിങ്ങളെ കുറിച്ചും മുസ്ലിം ലീഗിനെ കുറിച്ചും മലപ്പുറത്തെ കുറിച്ചും ഒക്കെ ആവശ്യമില്ലാത്ത പച്ച വർഗീയത പറഞ്ഞൊരു മനുഷ്യനാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ എന്തുകൊണ്ട് മുസ്ലിമായ താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആ അഭിമുഖത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിനെതിരെ എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന SNDP യോഗം എന്ന് പറയുന്ന ഒരു സമുദായം, ഈഴവ സമുദായം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുന്നതിലുമുള്ള സങ്കടം. അല്ല, നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഒരു സമുദായത്തെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ ആ സമുദായത്തെ കുറിച്ച് പറഞ്ഞാൽ പോരെ, അന്യ സമുദായത്തെ കുറിച്ച് ഇങ്ങനെ വിഷം തുപ്പേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോ SNDPക്ക് അവരുടെ സമുദായത്തിന് ഒരു ആവശ്യമുണ്ട്, അത് പറഞ്ഞാൽ പോരെ. എന്തിനാണ് മുസ്ലിങ്ങളെ പറയുന്നത്? അവര് മുസ്ലിം സമുദായത്തിനെതിരെയല്ല അവർ പറഞ്ഞേക്കുന്നത്, അവര് മലപ്പുറത്തെ മുസ്ലിം ലീഗിനെതിരെ. ഞാനത് നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളോട്. മലപ്പുറത്തെ മുസ്ലിം ലീഗിനെതിരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന് LDF സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി പരിശ്രമിച്ച സംഘടനയാണ് SNDP യോഗം. പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയ SNDP യോഗം UDF അധികാരത്തിൽ വന്നപ്പോൾ അവർ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മറ്റു ഹോസ്പിറ്റലോ മറ്റു വേണ്ട കാര്യങ്ങളൊന്നും കിട്ടാതെ വന്നപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ ഒരു കുറവുള്ളത്, അന്ന് മുതൽ മുസ്ലിം ലീഗിനോട് തോന്നിയ ഒരു പകയാണ് സത്യം പറഞ്ഞാൽ ഇന്നും മുസ്ലിങ്ങൾക്കെതിരെ എന്ന് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആ വർഗീയത. അത് നമ്മൾ വേറെ കാര്യം മറുനാടൻ മലയാളി ഷാജിൻ സക്രിയയെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഷാജിൻ സക്രിയ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം വിരോധി എന്ന് പറയുന്ന മറുനാടൻ മലയാളി ഷാജിൻ സക്രിയയ. ആ ഷാജിൻ സക്രിയയെ വിമർശിക്കാൻ ഈ നിമിഷം വരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വമോ കോൺഗ്രസിന്റെ നേതൃത്വമോ തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല. ഷാജിൻ സക്രിയയ്ക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നവരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. VD സതീഷിനൊക്കെ അങ്ങേർക്ക് വേണ്ട ഇതിലപ്പുറം സപ്പോർട്ട് കൊടുക്കും. പക്ഷെ മുസ്ലിം വിഷയം വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇതേപോലെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, രാജ്യത്തിന്റെ പല ഭാഗത്തും മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ ആൾക്കൂട്ട അക്രമം നടക്കുന്നുണ്ട്. അതെ, ഈ ആൾക്കൂട്ട അക്രമം നടക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായി ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിഷേധിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. എന്തുകൊണ്ടാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് RSSന്റെ തടവറയിലാണ്. അത് വ്യക്തമായി നമ്മൾ എവിടെയും പറയും. അതുകൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്ക് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണമെങ്കിൽ ശ്രമിക്കാം. പക്ഷെ അതിനെല്ലാ മുസ്ലിങ്ങളും അതിനകത്ത് ബലിയാടാകണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, അപ്പം താങ്കൾ പറഞ്ഞു വരുന്നത് അദ്ദേഹം വളരെ സത്യസന്ധനായ, നീതിമാനായ, നല്ല മനുഷ്യനെന്നാണെന്നാണ് പറഞ്ഞു വരുന്നത്? അല്ല, നമ്മളിപ്പോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു മതസംഘടനയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെതായ അജണ്ട ഉണ്ടാവും. ഈ അജണ്ട പൊതുജനങ്ങളുടെ ഇടയിൽ അവരൊന്നും പരസ്യപ്പെടുത്താറില്ല. എന്ന് പറഞ്ഞതുപോലെ ഒരു മതസംഘടന എന്ന നിലയിൽ SNDP യോഗത്തിന് അതിൻ്റെതായ അജണ്ട ഉണ്ടാവും. മുസ്ലിം വർഗീയതയാണോ അല്ലെ മുസ്ലിം വിരോധമാണോ? മുസ്ലിം വിരോധം അങ്ങനെ SNDP യോഗം എവിടെങ്കിലും പരസ്യമായി എടുത്തതായിട്ട് നിങ്ങൾക്കറിയാം? SNDP യോഗമല്ല, SNDP യോഗം അതല്ല ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഒരു സംഘടനയാണെന്ന് SNDP യോഗത്തിനെ പറയാൻ കഴിയില്ല ഇപ്പൊ നിലവിൽ. കാര്യം ശ്രീനാരായണ ഗുരു ഒരു മിതവാദിയും എല്ലാ മതങ്ങളോടും ഈക്വലായിട്ടും സ്നേഹ സൗഹാർദ്ദത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്, വഴികാട്ടിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാൾ ഇത്രയേറെ വർഗീയത സംസാരിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നതിനാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരോധി ആണ് എന്ന് ഞാൻ പറയില്ല. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓഡിറ്റർമാരായാലും അദ്ദേഹത്തിന്റെ പല സ്ഥാപനത്തിന്റെയും കൺട്രോളർമാരായാലും എല്ലാം മുസ്ലിങ്ങളാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പിന്നെ എല്ലാ കാലത്തും ഒരാളിനെ ശത്രുപക്ഷത്ത് നിർത്തിയാൽ മാത്രമേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അധികാരത്തിലേക്ക് വരാനുള്ള പഴുത് കിട്ടൂ. അതിനു വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശനെ പല ശത്രുപക്ഷത്ത് നിർത്താൻ പലരും താല്പര്യപ്പെടും. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വാക്കുകളെ വർഗീയവൽക്കരിക്കാനും പലരും താല്പര്യപ്പെടും. ഇസ്ലാമിക തത്വം പറയുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ മുസ്ലിം വിരോധിയായിരുന്നു.
ഏറ്റവും വലിയ മുസ്ലിം വിരോധിയായിരുന്നു. അദ്ദേഹം പിന്നീട് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കരുത്തനായ പ്രബോധകനായി. മനസ്സിലായോ? അതുപോലെ വെള്ളപ്പള്ളി മാറുമെന്നാണ് പറഞ്ഞു വരുന്നത്. അള്ളാഹു തീരുമാനിച്ചാൽ ആര് എവിടെ എപ്പോൾ ഹിദായത്ത് നൽകുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. മനസ്സിലായി? ഹിദായത്ത് എന്ന് പറയുന്നത് പടച്ചോൻ കൊടുക്കേണ്ടതാണ്. അതെ. ഏറ്റവും വലിയ മുസ്ലിം വിരോധി ഫ്രാൻസിൽ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഒരാളിനെ ശത്രുവാക്കി മുദ്ര കുത്തി മാറ്റി നിർത്താൻ പാടില്ല. അത് ഇസ്ലാമിന്റെ തത്വം അങ്ങനെ തന്നെ. ഒരാളിനെ ശത്രുവാക്കി മുദ്ര കുത്തി മാറ്റി നിർത്താതെ നമ്മളിലുള്ള നന്മ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അവരിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് നമ്മളും കണ്ടെത്തി അവരെ നമ്മുടെ ശത്രുവാക്കി മാറ്റി നിർത്തുന്ന ആ പദ്ധതി ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും പറയാനുള്ള കാര്യം. കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും CPM ആയാലും ആരും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഇലക്ഷൻ കഴിയും, ഇതിന്റെ ചൂടങ്ങ് മാറും. പക്ഷേ സൃഷ്ടിച്ചെടുക്കുന്ന വർഗീയത മാറാൻ പിന്നെ കാലങ്ങളെടുക്കും. തീർച്ചയായും. വളരെ നന്ദി. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഭാവിയിൽ വെള്ളപ്പള്ളി ഷുക്കൂർ നടേശൻ എന്നൊരാള് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെയൊന്നുമില്ല. പറഞ്ഞപ്പോ അങ്ങനെ തോന്നിപ്പോയത്. അങ്ങനെ തോന്നുന്ന കാര്യമില്ല. കാര്യം എന്താ പറയുക, ഞാൻ ഇതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരാളിനെ ശത്രുവാക്കി നിർത്തേണ്ട കാര്യമില്ല. ശത്രുവാക്കി നിർത്തിക്കൊണ്ട് ഒരു സമുദായം, ആ സമുദായത്തിന്റെ ശത്രു ആരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. കേരളത്തിൽ ശത്രുവിന് വെള്ളാപ്പള്ളി നടേശനെ കൂട്ടി കൊടുക്കുകയല്ലേ നമ്മുടെ ശത്രുക്കൾക്ക്, മുസ്ലിം സമുദായത്തിന്റെ ശത്രുക്കൾക്ക് വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടി കൊടുക്കുന്ന സമീപനം മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. പകരം വെള്ളാപ്പള്ളി നടേശൻ ചേർത്ത് പിടിക്കണം. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനോടൊപ്പം നിന്നിട്ടുണ്ട്, അതേപോലെ തന്നെ PDP-യോടൊപ്പം നിന്നിട്ടുണ്ട്, അബ്ദുൽ നാസർ മദീനോടൊപ്പം നിന്നിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതേ അദ്ദേഹത്തിന് ഇന്ന് മറു സൈഡിലേക്ക് കൊണ്ടെത്തിക്കാൻ ആരെങ്കിലും പാടുപെടുന്നുണ്ടെങ്കിൽ പിന്നീട് അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും അവർക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞല്ലോ, BDJS UDF-ന്റെ ഘടകകക്ഷിയാകേണ്ടതാണ്. അതിനെ തട്ടി NDA-യിലേക്ക് കൊണ്ട് കൊടുക്കാൻ ആരാണോ UDF-നകത്ത് നിന്ന് കോൺഗ്രസിനകത്ത് നിന്ന് പ്രവർത്തിച്ചത്. ഒരു ചോദ്യം കൂടി, അങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞിരുന്നു. ആരാണ് കോൺഗ്രസിൽ നിന്നും ഇങ്ങനെ ഒരു കളി കളിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, VM സുധീരന്റെ പ്രസ്താവന അന്ന് നഖശികാന്തം VM സുധീരൻ അന്ന് എതിർത്തുകൊണ്ടാണ് പറഞ്ഞത്. ഒരു BDJS-നെ ഒരു കാരണവശാലും മുന്നണിയിൽ എടുക്കരുത്. BDJS ഒരു കാരണവശാലും മുന്നണി വരാൻ പാടില്ല. അവരുടേതായ രീതിയിൽ പ്രവർത്തിച്ചിട്ട് അതിനുള്ള പ്രയോജനം VD സതീശനും വന്ന് ശക്തമായി എതിർത്ത് കൂട്ടത്തില്ല. VD സതീശനും VM സുധീരനുമാണ് മുന്നിൽ നിന്നുകൊണ്ട് അതിന്റെ തീരുമാനം. ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടാമത് വീണ്ടും വരരുത്. VD സതീശന്റെ തീരുമാനമായിരുന്നു അത്. VD സതീശന്റെ VM സുധീരന്റെ തീരുമാനമായിരിക്കാം. കാര്യം എന്താ പറയുക, ഈ കോൺഗ്രസിനകത്തേക്ക് പടലപ്പിണക്കങ്ങളും ഉള്ളുകളികളും ഉണ്ടല്ലോ, കീഴേ കളിക്കുന്ന കളി. ആ കളിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടാമത് വന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഉമ്മൻചാണ്ടിക്ക് അത് വളരെ വലിയ ക്രെഡിറ്റ് ആവും. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് BDJS-നെ UDF-ൽ എടുക്കാതിരിക്കാൻ വേണ്ടി ഇവർ അത്രയും വലിയ വാശി പിടിച്ചത്. അപ്പൊ ചോദിക്കും, VM സുധീരൻ ഈഴവനല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ചോദ്യം ചിലപ്പോൾ ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങളിൽ അകത്ത് നിൽക്കുന്നവൻ തന്നെ ആയിരിക്കും ശത്രുവായി വരുന്നത്. പിന്നെ ഇവിടെ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ അതിനകത്ത് നിന്നവരൊക്കെ തന്നെ കളിച്ചത് അന്ന്. പിന്നെ അതിനുശേഷം ഇന്ന് വരെയും UDF-ന് അധികാരത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഞാൻ പറയുന്നു, അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വരത്തില്ല. LDF ഏറ്റവും കുറഞ്ഞത് 80 സീറ്റെങ്കിലും പിടിച്ച് LDF അധികാരത്തിൽ വരും. ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ. കാര്യം എന്താ അറിയോ, കോൺഗ്രസിൽ ഇതുപോലെ തമ്മിലടി, ചെറുപ്പക്കാർക്ക് സീറ്റില്ല. എല്ലാം 50 വർഷം 25 വർഷം 30 വർഷമായിട്ട് ഇരിക്കുന്നവർ മാറിക്കൊടുക്കത്തില്ല. ഒന്ന് മാറ്റി പുതുമുഖങ്ങളായിട്ടുള്ള സാധാരണക്കാരെ മത്സരിപ്പിച്ച് അവർക്കൂടെ പ്രാതിനിധ്യം കൊടുക്കണ്ടേ? അങ്ങനെ സാഹചര്യം കോൺഗ്രസിനകത്തുണ്ടോ? കോൺഗ്രസിനകത്തില്ല. പിന്നെ എല്ലാം തീരുമാനിക്കുന്നത് പല മത നേതാക്കന്മാരുമാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, കൊച്ചി കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ മതസംഘടന ഇടപെട്ടു. ലത്തീൻ കത്തോലിക്ക ഇടപെട്ടു. അതാണ് കോൺഗ്രസ്. CPM-നകത്ത് ഇടപെടുവോ? ഇടപെടാൻ പറ്റത്തില്ല. CPM-ന്റെ സംഘടനാ സംവിധാനം അതുപോലെ. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൽ മതസംഘടനയുടെ ഇടപെടൽ ചെറിയ രീതിയിലൊന്നുമല്ല, അത് കൈവിട്ട് വളരെ വലിയ രീതിയിലേക്ക് പോയിട്ടുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം.